നല്ലൊരു സ്പോൺസറെ കിട്ടുക, നല്ലൊരു ജോലി പ്രവാസത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം ചെയ്യണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും നമ്മുടെ സ്പോൺസറെ ആയിരിക്കും. ആ സ്പോൺസർ തന്നെ നമുക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പല ആളുകളും ബന്ധപ്പെട്ട് പറഞ്ഞത്, പല ആളുകളും ഗ്രൂപ്പ് അല്ലാതെ തന്നെ ലോക്കായി കിടക്കുന്ന ആളുകളുണ്ട്. ഇന്ന് നമ്മുടെ ഫോൺ വഴിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഈ സംവിധാനം വഴി പല ആപ്പുകൾ വഴിയാണ് നമ്മുടെ തവക്കലിനെയും അതേപോലെ തന്നെ കിവാപ്പോട്ടൊക്കെ നമ്മുടെ ഈ ഇക്കാമ നമ്പറും അതേപോലെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത നമ്മുടെ ഫോൺ നമ്പർ വഴിയൊക്കെയാണ് ഇതൊക്കെ ചെയ്യപ്പെടുന്നത്. ഇത് കഫീലിനെ ഏൽപ്പിക്കുക, വരുന്ന OTP എന്താണെന്ന് അറിയാതെ കഫീലിന് കൊടുക്കുക, ഇതൊക്കെ വലിയ അബദ്ധങ്ങളാണ്. പല ആളുകളും അങ്ങനെ പെട്ട ആളുകളുണ്ട്. ലോൺ എടുത്തിട്ട് തൻ്റെ തൊഴിലാളിയുടെ പേരിൽ ലോൺ എടുത്ത് അതിൻ്റെ OTP അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് നമ്മൾ കഫീലിന് കൈമാറിക്കഴിഞ്ഞാൽ ആ ലോണ് സാങ്ഷനായി. അങ്ങനെ ലോൺ എടുത്ത് പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഉറൂബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമ്മുടെ കഫീൽ നമുക്കെതിരെ അങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്തതാണെങ്കിൽ ആ നിമിഷം തന്നെ നമ്മളത് ശരിയാക്കാൻ വേണ്ടിയിട്ട് മക്തബ് അമലിനെ സമീപിക്കണം. തീർച്ചയായിട്ടും നമ്മളിത് ചെയ്യാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ ഇതൊരു ഒരു ബലം വെക്കുന്നത്. കാരണം ഒരു കാരണവുമില്ലാതെ നമ്മുടെ കഫീൽ നമുക്കെതിരെ എന്ത് നിയമ നടപടി സ്വീകരിച്ചാലും അത് കേസുമായി പോകാനുള്ള അവകാശം നമുക്കുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഇതൊരുപാട് കാത്തിരുന്ന് മൂത്ത് പഴുത്ത് ഉണങ്ങി തരിച്ചതിന് ശേഷം പോയിട്ട് യാതൊരു കാര്യമില്ല. ആ തുടക്കത്തിലേ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലോൺ എടുത്ത് പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർ ഈ കേസുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആ പൈസ നിങ്ങൾ തീർച്ചയായും കൊടുക്കുക. കാരണം നിങ്ങളുടെ പേരിലാണ് ആ ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ കേസുമായി മുന്നോട്ട് പോകല്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ല. നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെപ്പെട്ട ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഇവിടെ കേസും പോലീസൊന്നും പേടിക്കേണ്ട യാതൊരു, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമം നമുക്ക് അനുകൂലമാവും.